ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കാം. ഇന്നത്തെ ദിവസം എന്നും പറയുന്ന പോലെ തന്നെ നല്ല തിരക്കുള്ളൊരു ദിവസം തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ നമുക്കിന്ന് ഉച്ചക്ക് 1 മണിയൊക്കെ ആകുമ്പോഴത്തേന് ഒരു മന്തി ഉണ്ടാക്കി കൊടുക്കാണ്ട്. അതേപോലെ തന്നെ 3 മണിയാകുമ്പോഴത്തേന് പരിപ്പ് വടക്ക് ഓർഡർ ഉണ്ട്. 45 പരിപ്പ് വട ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ വൈകുന്നേരം 7 മണിക്ക് ബിരിയാണി ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെ 3 സമയം ഓർഡറാണ്. അതിൻ്റെ ഇടയിൽ നമുക്ക് കടയ്ക്കുള്ള മാവൊക്കെ കൂട്ടിവെച്ച് കടയ്ക്കും വേണം പോവുക. അപ്പോൾ തിരക്ക് തന്നെയല്ലേ, കുറേ ഓർഡർ ഉണ്ട്. ഒക്കെ കുറച്ചുള്ളൂ. പരിപ്പ് വട 45 എണ്ണം കേട്ടോ. അതേപോലെ മന്തി 2 കിലോ മന്തി, അതേപോലെ 2 കിലോ ബിരിയാണി, അങ്ങനെയൊക്കെയാണ് കേട്ടോ ഓർഡർ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പരിപാടി അങ്ങോട്ട് തുടങ്ങാം. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണതൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് പാത്രം കഴുകലും എൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ വേഗം തീർത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ ബാബു ഇതാ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഞാൻ പരിപ്പ് വട ഉണ്ടാക്കാനുള്ള പരിപ്പ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ കടയ്ക്കൊന്ന് പരിപ്പ് വട തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. ഏതായാലും നമ്മളെ പണിയെടുക്കല്ലേ, അപ്പോൾ കുറച്ച് പരിപ്പ് വട കടയ്ക്കും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിന് കേട്ടോ. അപ്പം പുറത്തേക്ക് കൊടുക്കാനുള്ള പരിപ്പിനുള്ളത് ഇവിടെ ഉണ്ടായിന്. അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിന്. പിന്നെ ഇപ്പം ഒരു 1/2 കിലോ പരിപ്പ് കൂടെ കൊണ്ടുവച്ചിട്ടുണ്ടായിന്. അപ്പോൾ അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് മന്തി ഉണ്ടാക്കണം. അപ്പോൾ മന്തിക്കുള്ള അരി കഴുകിയാണ്ട് അതൊന്ന് വെള്ളത്തിലിട്ട് വെക്കാം. അപ്പോൾ ആദ്യം ഞാൻ മന്തിക്കുള്ള ചിക്കൻ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ചോർന്ന് വരട്ടെ, എന്നിട്ട് വേണം മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചിക്കൻ ആകുമ്പോൾ പെട്ടെന്നാവും. മസാല നമുക്കിവിടെ ഗ്യാസ് മൂലം റെഡിയാക്കുക. അതേപോലെ റൈസ് പുറത്തടുപ്പത്തും വേവിക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് കിട്ടിയ ഓർഡർ കേട്ടോ. ഒന്ന് കിട്ടിയ ഓർഡർ തന്നെയാണ്. ഒരു 9 മണി 9:15 ആയ സമയത്താണ് ഒരു വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഉച്ചക്ക് മന്തി കിട്ടുമോ എന്നുള്ളത്. അപ്പോൾ എന്തായാലും രാവിലെ വലിയ പണിയൊന്നും ഇല്ല ഇനി. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞതാട്ടോ. അങ്ങനെ ചിക്കനൊക്കെ കഴുകി വെച്ചു. പിന്നെ മന്തിക്കുള്ള അരി നമ്മൾ കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ മന്തി റെസിപ്പി നമ്മൾ സാധാരണ ഉണ്ടാക്കണ അതല്ല കേട്ടോ. ഇതിൻ്റെ റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട്. അൽഫാം മന്തി ആട്ടോ ഉണ്ടാക്കണത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോക്കിട്ടോ. മന്തിയൊക്കെ നമ്മൾ വീടുകളിലൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ ഉണ്ടാക്കി നോക്കുകൊണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒരു കഴിച്ചിട്ട് ഓരും പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ട്, ഇനി എല്ലാവർക്കും ഇഷ്ടമായി എന്നൊക്കെ. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടോക്കി, നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുകൊണ്ടിട്ടോ. അപ്പോൾ ഞാനിത് അവിടെ ആദ്യം നെയ്യപ്പത്തിനുള്ള മാവാട്ടോ റെഡിയാക്കി വെക്കുന്നത്. പിന്നെ പരിപ്പ് വടക്കുള്ളതും അതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ആക്കുക. പരിപ്പ് വടക്ക് മാവല്ലല്ലോ, പരിപ്പ് അരച്ച് അങ്ങനെ ചുട്ടെടുക്കല്ലേ ചെയ്യുക. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞിട്ട് ആക്കാം. 3 മണിക്ക് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ആദ്യം കൊടുക്കേണ്ടത് നമുക്ക് മന്തിയാണ്. അപ്പോൾ മന്തിൻ്റെ കാര്യങ്ങൾ നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഒക്കെ കൂടെ ഞാൻ കാണിച്ചിട്ടില്ല. ഇതൊക്കെ എപ്പോഴും ഞാൻ കാണിക്കണതല്ലേ, നെയ്യപ്പത്തിനുള്ള മാവും പഴംപൊരിൻ്റെ മാവും പൊക്കവടൻ്റെ മാവും ഒക്കെ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഇങ്ങനെ കൂട്ടി വെക്കണുണ്ട് കേട്ടോ. ഒക്കെ റെഡി ആക്കണതൊക്കെ അപ്പുറത്തെ നമ്മൾ കൗണ്ടർ ടോപ്പുമ്പോൾ കൊണ്ടുപോയി വെക്കും. പിന്നെ ബാവുണ്ട് കേട്ടോ സവാളയൊക്കെ കട്ട് ചെയ്ത് തരാനൊക്കെ. അപ്പോൾ മാവൂട്ടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ മന്തിക്കുള്ള മസാല റെഡി ആക്കുക കേട്ടോ. അപ്പോൾ ഇതവിടെ മിക്സിൻ്റെ ജാറിലേക്ക് ഞാൻ എടുത്ത വീഡിയോ ഞാൻ ക്യാമറ ഓണാക്കാൻ വിട്ടുപോയി കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെ എടുത്തിട്ടുണ്ടായിനി എന്നുള്ളത്. ഇതിലേക്ക് ഒരു സവാളയും 2 തക്കാളിയും അതുപോലെ തന്നെ പെരുംജീരകം, വലിയ ജീരകം, ഏലക്ക, ഗ്രാമ്പൂ, പട്ട ഒക്കെ കുറേശ്ശെ മതി കേട്ടോ. ഏലക്കയും ഗ്രാമ്പും പട്ടയൊക്കെ. പിന്നെ 2 മാഗി ക്യൂബ്, അതേപോലെ നാരങ്ങനീര് ഒക്കെ കൂടെ കൂട്ടിയിട്ട് അരച്ചെടുത്തതാണ്. അരപ്പയിലേക്ക് ഒഴിച്ചു കൊടുത്തു. കാശ്മീരി മുളക് പൊടിയും ചേർത്തിട്ടുണ്ടായിന്. അപ്പോൾ അതൊക്കെ ആ പാത്രത്തിൽ ഇട്ട് കൊടുത്തതിന് ശേഷം മല്ലിയിലയും പുതിനയിലയും കട്ട് ചെയ്തതും കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. മാഗി ക്യൂബ് ചേർക്കുമ്പോൾ പിന്നെ കൂടുതൽ ഉപ്പിടേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു. എന്നിട്ടൊക്കെ കൂടെ അതേപോലെ കൈ കൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഒരു കറുത്ത നാരങ്ങ അതുപോലെ 2 പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ടിട്ട് ചിക്കനിൽ നല്ലോണം മസാല തേച്ച് പിടിപ്പിക്കാം. പിന്നെ ചെറുനാരങ്ങൻ്റെ നീരാണ് പുളിക്ക് വേണ്ടിയിട്ട് ചേർത്തിട്ടുള്ളത്. അതില്ലെങ്കിൽ സുർക്ക ചേർത്താലും മതി. പറഞ്ഞല്ലോ നല്ല ജീരകം, അതേപോലെ പെരുംജീരകം, കുരുമുളക്, പിന്നെ പച്ചമുളകും ഉണ്ടായിട്ട് പച്ചമുളക് പറഞ്ഞിട്ടില്ല തോന്നുന്നുണ്ട്. സവാളൻ്റെ ഒക്കെ കൂടെ പച്ചമുളകും പിന്നെ തക്കാളി, അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് ആദ്യം ചേർത്തിട്ടുണ്ട്. ഇനി അതിൻ്റെയൊക്കെ കറക്റ്റ് അളവ് വേണമെങ്കിൽ അൽഫാം മന്തി ഞാനിതിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഒരു വീഡിയോ കണ്ടുനോക്കൊണ്ടിട്ടോ. ഞാൻ ക്യാമറ ഓണാക്കാൻ വിട്ടുപോയി. അതുകൊണ്ട് തിരക്കാവുമ്പോൾ അങ്ങനെയാണ്, ചിലപ്പോൾ അങ്ങോട്ട് ശ്രദ്ധ മാറിപ്പോവും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 10-15 മിനിറ്റ് എങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. എന്നാലുള്ള മസാലയൊക്കെ നല്ലോണം ചിക്കനിൽ പിടിക്കുക. അപ്പോൾ അത് റെസ്റ്റ് ചെയ്യാൻ വെച്ചു. ഇനി നമുക്ക് വൈകുന്നേരമാണ് ബിരിയാണി കൊടുക്കേണ്ടത്. എന്നാലും
ഇനിയിപ്പോൾ വൈകുന്നേരം ചിക്കന് പോകണ്ടല്ലോ, അപ്പോൾ ചിക്കൻ എന്താ ബിരിയാണിക്കുള്ളതും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിന്. അപ്പോൾ അത് ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഇവിടെ വേറെയും കുറച്ച് പണികളൊക്കെ ഉണ്ടായിന് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ചെയ്ത് അപ്പോൾ തന്നെ ഒരു 10-20 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ടായിനു. അപ്പോൾ ഇനി നമുക്ക് മന്തി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു ചിക്കൻ ഉണ്ടല്ലോ, ഇത് ഞാൻ ഇതേപോലെ പരന്ന പാത്രത്തിൽ ചിക്കൻ നമ്മൾ മസാലയൊക്കെ തേച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വേവിച്ചെടുക്കാൻ സുഖമാണ് കേട്ടോ. പ്രത്യേകിച്ച് ഇതുപോലുള്ള നോൺ സ്റ്റിക്കിൻ്റെ പാത്രമൊക്കെ ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാനിതിവിടെ ഗ്യാസുമ്മ വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഒന്നിങ്ങനെ എന്താ അടിഭാഗം വെന്ത് വരുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ തിരിച്ചിട്ടൊന്നും വീഡിയോയിൽ ശരിക്കും കണ്ടിട്ടില്ല കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് ആവി വന്നിട്ടേ പുക ഇങ്ങനെ വന്നിട്ട് ശരിക്കും കാണുന്നില്ല. ഒക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെ തിരിച്ചിട്ട് കൊടുത്ത് 2 ഭാഗവും മൊരിച്ചെടുക്കണം. അപ്പോൾ ചിക്കൻ്റെ ഉള്ളൊക്കെ നല്ലോണം വേവട്ടെ. അപ്പോൾ ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ബിരിയാണിക്ക് ഉള്ള എന്താ ചിക്കനിലും ഞാൻ മസാലയൊക്കെ തേച്ച് വെച്ചു. കാശ്മീരി മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് സുർക്കി ഒഴിച്ചുകൊണ്ട് അങ്ങനെ മസാല തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നല്ലോണം മസാലയൊക്കെ പിടിക്കട്ടെ. പിന്നെ നമുക്ക് ഒഴിവ് കിട്ടുന്ന സമയത്ത് ആ ചിക്കനും പൊരിച്ച് വെച്ചാൽ മതി. അപ്പോൾ അത് വൈകുന്നേരത്തിനാണ്. എന്നാലും റെഡിയാക്കി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കടയിലേക്കും പോകണ്ടേ. കടയിൽ പോയിട്ട് ഒരു 5:30 ആകുമ്പോൾ ഞാൻ വരും. വന്നിട്ടാണ് പിന്നെ ബിരിയാണി ദമ്മിടുക കേട്ടോ. അപ്പോഴത്തേനൊക്കെ റെഡിയാക്കി വെച്ചാൽ പിന്നെ വന്നാൽ ദമ്മിടാനല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മളെ ചിക്കനൊക്കെ അവിടെ വെന്തുകൊണ്ട് നിൽക്കുന്നുണ്ട് മന്തിക്കുള്ളത്. അപ്പോൾ ഞാൻ വേഗം പിന്നെ അടുപ്പ് എത്തിച്ച് നമുക്ക് അരി തിളപ്പിച്ച് ഊറ്റാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളത്തിക്കും തന്നെ കുറച്ച് സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുത്തിക്കണം. അതേപോലെ മല്ലിയിലയും പുതിനയിലേക്ക് കട്ട് ചെയ്തതും കുറച്ച് ഇട്ട് കൊടുത്തു. അതേപോലെ കറുത്ത നാരങ്ങ, പിന്നെന്താ സൺഫ്ലവർ ഓയിൽ, ഉപ്പ്, ചെറുനാരങ്ങ നീര് ഒക്കെ ചേർത്തിട്ടുണ്ട്. പച്ചമല്ലി ഇട്ട് കൊടുക്കണം കേട്ടോ ഉണ്ടെങ്കിൽ കുറച്ച്, അതും നല്ലൊരു ടേസ്റ്റ് കൊടുക്കും. അപ്പോൾ അതൊക്കെ കൂടെ ഇട്ട് കൊടുത്താണ്. ഇനി അതൊന്ന് നല്ലോണം തിളച്ച് വരട്ടെ. അപ്പോൾ അവിടെ ചിക്കനും തന്നെ നമ്മളിങ്ങനെ വേവിച്ചെടുക്കുമ്പോൾ ഇതൊന്ന് വെള്ളം ഇങ്ങനെ പൊടിഞ്ഞു വരും. അത് കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട കേട്ടോ. ആ വെള്ളം നമുക്ക് വറ്റിച്ചെടുക്കാം. പിന്നെ അടച്ചു വെക്കാൻ ഞാൻ മതി. തുറന്ന് വെച്ചാണ്ട് വേവിച്ചെടുക്കുക കേട്ടോ ചിക്കന്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ എന്താ പറയുക, ചിക്കൻ്റെ ഉള്ളൊക്കെ നല്ലോണം വെന്ത് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അങ്ങനെ നമ്മൾ അരി തിളപ്പിച്ച് ഊറ്റാൻ വെച്ച വെള്ളവും തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി അരി തീക്ക് ഇട്ട് കൊടുക്കുക. അരി നമ്മൾ കഴുകിയാണ്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ഞാൻ അതിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് പെട്ടെന്ന് വേവ് കേട്ടോ. നമ്മൾ വെള്ളത്തിലിട്ടതുകൊണ്ടേ ഇപ്പോൾ ഒരു 3/4 മണിക്കൂർ എന്തായാലും ആയിട്ടുണ്ടാവും നമ്മളിത് വെള്ളത്തിലിട്ടിട്ട്. ഒരു അരമണിക്കൂറൊക്കെ വെള്ളത്തിലിട്ട് വെച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല. അരി വെന്ത് കുഴഞ്ഞു പോകരുത് കേട്ടോ. അങ്ങനെ എന്താ പറയുക, അരി തമ്മിൽ ഇങ്ങനെ കൂട്ടി മുട്ടരുത്. ഒരു വറ്റൊന്നുമ്പോൾ തൊടാതെ ഇങ്ങനെ വിട്ട് കിട്ടണം. അപ്പോഴുള്ളൂ മന്തി കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവുക, കാണാനും ഒരു ലുക്കൊക്കെ ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നമ്മൾ അരിയൊക്കെ ഇട്ട് കൊടുത്തു. ഇനി ഇടയ്ക്കിടയ്ക്കൊന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ കട്ട കെട്ടി വരും. അപ്പോൾ നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിക്കണതുകൊണ്ട് അങ്ങനെ കട്ട കെട്ടൊന്നുമില്ല. എന്നാലും ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ ഇത് വേവട്ടെ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാനവിടെ ചിക്കനൊന്ന് 2 ഭാഗം ഒന്ന് മൊരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒരു പാനിൽ ഒഴിച്ചിട്ട് 2 ഭാഗം ഒന്നിങ്ങനെ മൊരിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ ആ വേവിച്ചെടുക്കുന്ന പാത്രത്തിൽ തന്നെ ഇട്ടാണ്ട് വേവിച്ചാൽ മതി. പക്ഷേ അതിൽ നമ്മൾ ചിക്കനിൽ മസാലയൊക്കെ തേച്ച് ആ മസാലയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കരിയും. അതിൽ തന്നെ ഇട്ടാണ്ട് അങ്ങനെ ചെയ്താൽ. അപ്പോൾ അത് നമുക്ക് ആവശ്യമുണ്ട്. നമുക്ക് ബിരിയാണി അല്ല മന്തി ദം ചെയ്തെടുക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ലെയറായിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിതാ നോൺ സ്റ്റിക്കിൻ്റെ വേറൊരു പാൻ അടുപ്പത്ത് വെച്ചാണ്ട് അതിലിങ്ങനെ ചിക്കൻ മൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ദം ചെയ്തെടുക്കുന്ന പാത്രത്തേക്ക് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ച ആ ഒരു ഓയിലുണ്ടല്ലോ, ആ ഓയിൽ കുറച്ച് ആ ചെമ്പിൻ്റെ അടിക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിലുണ്ടായിന് ആ ഒരു ഗ്രേവി നമ്മൾ ആദ്യം ചിക്കൻ വേവിച്ചെടുത്തല്ലോ വലിയൊരു പാത്രത്തിൽ, അതിൽ ഉണ്ട് കേട്ടോ ചിക്കനിലുണ്ടായിന് ആ ഗ്രേവിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കേട്ടോ, ബാക്കിയുള്ളത് അവിടെ വെച്ചിട്ടുണ്ട് ലെയറായിട്ട് ചേർക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് ഇട്ട് കൊടുത്തു. ഇനി പകുതി ചിക്കൻ നമുക്കിതിലേക്ക് ചേർക്കാം. ബാക്കിയുള്ളത് നമുക്ക് അവിടെ മാറ്റി വെക്കാം. ലാസ്റ്റ് മുകളിലിട്ട് കൊടുക്കാൻ കേട്ടോ. ചോറൊക്കെ ഈ കൂറ്റിയിട്ട് കൊടുത്തിട്ട് മുകളിലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മാറ്റിയേക്കാം. അപ്പോൾ നമ്മൾ മന്തിൻ്റെ പീസ് അത്യാവശ്യം പാകത്ത് വലിപ്പത്തിന് ആക്കിയിട്ടുള്ളൂ കേട്ടോ. ഇത് വീട്ടിലേക്കൊക്കെ ആകുമ്പോഴേ ഇതുപോലെ ഇത്ര പീസാക്കുക നല്ലത്. മറ്റേത് വലിയ പീസാക്കി ഒരു ചിക്കൻ കൊണ്ട് 4 പീസൊക്കെ ആക്കി കഴിഞ്ഞാൽ അതൊരു വീട്ടിലൊക്കെ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ അത് മുറിച്ചെടുക്കുകയൊക്കെ വേണ്ട. ഇതാകുമ്പോൾ ഓരോരുത്തർക്കും ഓരോരോ പീസൊക്കെ എടുത്താൽ മതി. അപ്പം ഞാൻ ആ ഒരു രീതിയിലാണ് കേട്ടോ അത് കട്ട് ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ബിരിയാണിൻ്റെ വെട്ടിനെക്കാട്ടിലും കുറച്ചും കൂടെ വലിപ്പത്തിൽ. അത് ഇങ്ങനെ ചിക്കൻ വെട്ടിത്തരുമ്പോൾ ചിക്കൻ കടക്കാരോട് തന്നെ പറഞ്ഞാൽ മതി, ഓരെന്നെ വെട്ടിത്തരും. അപ്പോൾ ആയിട്ടുണ്ട് കേട്ടോ. ചോറ് ഊറ്റിയിടാനായിട്ടുണ്ട്. ഇതിങ്ങനെ വളഞ്ഞ് വരുമല്ലോ, അരി ഇങ്ങനെ വളഞ്ഞ് വരുന്ന ആ ഒരു നേരത്താണ് കേട്ടോ നമുക്കിത് ഊറ്റിയെടുക്കേണ്ടത്. അതൊക്കെ ഞാൻ കുറേ മന്തി ഉണ്ടാക്കുന്ന വീഡിയോയിൽ പറഞ്ഞില്ലേ. അപ്പോൾ ഇപ്പോൾ കുറേ പുതിയ കൂട്ടുകാരൊക്കെ വന്നിക്കണല്ലോ. അപ്പോൾ ഒരിക്കലും ഒരു ഉപകാരം ആയിക്കോട്ടെ, അത് വിചാരിച്ചിട്ട് പറയട്ടോ. കേൾക്കണോല് കേട്ട് മടുത്തും ചെയ്തേക്കും സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർ.
സാരല്ലല്ലേ. ഞാൻ അങ്ങനെ പറയണ എന്താ അറിയോ, എന്താ ഇപ്പം നമ്മളെ വീട്ടിൽ തന്നെ ഇപ്പോൾ കുട്ടികൾ നമ്മളോട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരാൻ പറയുമല്ലോ. അപ്പോൾ നമുക്ക് കടയിൽ നിന്നൊന്നും പോയി ചിലപ്പോൾ വാങ്ങിച്ചു കൊടുക്കാൻ അത്ര പൈസയൊന്നും ചിലപ്പോൾ കയ്യിലുണ്ടാവില്ല. ഇതിപ്പോൾ നമുക്ക് ചിക്കനും അതേപോലെ അരിയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് പൈസ പോരെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ. പിന്നെ ഞാൻ അങ്ങനെ കേട്ടോ, അങ്ങനെ എന്താ പറയുക, അതില്ല എന്നൊന്നും പറഞ്ഞ് നിൽക്കില്ല. ഉള്ള സാധനം വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കുക. അങ്ങനെ പഠിക്കണം നമ്മൾ വീട്ടമ്മമാർ. ചില ആൾക്കാർക്ക് കുറേ സാധനങ്ങൾ വേണ്ടി വരും, പക്ഷേ ഉണ്ടാക്കിയാൽ ചിലപ്പോൾ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ആരും കുറ്റം പറയല്ല കേട്ടോ, അങ്ങനെയല്ല. പക്ഷേ അങ്ങനെ ആവണം നമ്മൾ വീട്ടമ്മമാർ. ഉള്ള സാധനം വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കി പഠിച്ച്, അപ്പോൾ അതിൻ്റെ ഒരു കൈപ്പുണ്യം പഠിച്ചാൽ നമുക്ക് തരും. അപ്പോൾ അത് കഴിക്കുമ്പോഴും ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ നമ്മൾ ഉണ്ടാക്കുമ്പോഴും നല്ല സ്നേഹത്തോടെ സന്തോഷത്തോട് കൂടിയിട്ട് ഉണ്ടാക്കുമ്പോൾ എന്തായാലും അങ്ങനെയാണല്ലോ, അത് ടേസ്റ്റ് ഉണ്ടാവും, ഉറപ്പാണ്. അത് വിചാരിച്ചിട്ട് തീരെ ഒന്നും ഇടാതെ ഉണ്ടാക്കും ചെയ്യരുത് കേട്ടോ, അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ എന്നെ ചീത്തറിയങ്ങൾ. ഞാൻ എന്താ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ ഒരുപാട് സാധനങ്ങൾ അങ്ങോട്ട് വാരി വലിച്ചിട്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കണതൊന്നും അങ്ങനെ നന്നായിക്കൊള്ളണമെന്നൊന്നുമില്ല. ഒക്കെ പാകത്തിനിട്ട് ആ ഒരു രീതിയിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ, നല്ല സന്തോഷത്തോടും സ്നേഹത്തോടും കൂടിയിട്ടൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഫുഡൊക്കെ ടേസ്റ്റ് ഉണ്ടാവും, നമ്മൾ എന്ത് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും ചെയ്യും. അല്ലാതെ ഇപ്പം എന്താ ഒന്നും നമ്മളെ അമ്മമാരെ വയറ്റിൽ നിന്ന് തന്നെ പഠിച്ചു പോരുന്നോന്നല്ലല്ലോ. ഒക്കെ നമ്മളിങ്ങനെ കണ്ടും കേട്ടും അങ്ങനെ അറിയാത്തതൊക്കെ അറിയണവരോട് ചോദിച്ചും മനസ്സിലാക്കിയിട്ടൊക്കെ അല്ലേ പഠിക്കണത്. അങ്ങനെ പഠിച്ചെടുത്ത് തന്നെ കേട്ടോ ഞാനും ഒക്കെ. പിന്നെ കുറേയൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് തന്നെ നമ്മൾ ഉണ്ടാക്കണേന്ന് തന്നെ നമ്മൾ പഠിക്കും. ചിലപ്പം അത് കുറേ ഇടണ്ട, അത് കുറച്ചിട്ടാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, അങ്ങനെയൊക്കെ നമുക്ക് തന്നെ അങ്ങനെ തോന്നും. ഞാൻ പിന്നെ നിങ്ങൾക്ക് അറിയില്ല, എന്തെങ്കിലും പറയാൻ നിന്നാൽ പിന്നെ അങ്ങനെ പറഞ്ഞുകൊണ്ട് പോകും. അപ്പോൾ ഇത് അവിടെ മന്തി നിങ്ങൾ കണ്ടില്ലേ, മന്തിയൊക്കെ ദമ്മിലയക്കണം കേട്ടോ. അരി വേവിച്ചത് ഇട്ട് കൊടുത്തു. നല്ലോണം വേവണ്ട, ഒരു 80% വെന്താൽ മതി. പിന്നെ അതിൻ്റെ ലെയറായിട്ടൊക്കെ ഓരോന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയാണ്ട് അത് ചേർത്തുകയാണ്. അതേപോലെ നമ്മൾ ഈ ചിക്കൻ വേവിച്ച ഗ്രേവി ബാലൻസ് ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് കൊടുത്തോണം കേട്ടോ. പിന്നെ ലാസ്റ്റ് കുറച്ച് ചിക്കനും ഇട്ട് കൊടുത്തു. പിന്നെ ഒന്ന് പുകട്ടും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അടുപ്പത്ത് വെക്കുക കേട്ടോ. ഇനി ഒരു കനൽമ കുറച്ച് നേരം നിൽക്കട്ടെ, ഒരു 10 മിനിറ്റ് കേട്ടോ. തീ കത്തിക്കണ്ട, നല്ല കനലുണ്ട് തീയിൽ. അപ്പോൾ നല്ല കനലുണ്ട് അടുപ്പിൽ, എന്തൊക്കെയോ പറയണ്ടില്ല. എന്ന് വീഡിയോ വോയിസ് എടുക്കാനൊക്കെ നേരം വൈകിക്കണം കേട്ടോ. ഫോയിൽ പേപ്പറും ഇല്ലേ, ഇനി ഫോയിൽ പേപ്പർ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ദമ്മ് ഉഷാറായിട്ട് കയറിനു. കുഴപ്പമൊന്നുമില്ല. ഞാൻ എന്താ പറയുക, നല്ല അടിപൊളി അടപ്പാട്ടോ അടച്ചു കൊടുത്തിക്കണത്. ആവിയൊന്നും പുറത്ത് പോവില്ല. ഒരു വെയിറ്റും വെച്ചാണ്. പിന്നെ ആ ഒരു നേരം കൊണ്ട് വന്നിട്ട് ഞാൻ വേഗം മയോണൈസ് ഉണ്ടാക്കി. മയോണൈസിൻ്റെ റെസിപ്പിയൊക്കെ നമ്മളെ ചാനലിലുണ്ട്, ഒക്കെ ഒന്ന് കണ്ടു നോക്കൊണ്ടിട്ടോ. പിന്നെ നമ്മളൊരു ചട്നിയും കൊടുക്കുന്നതിൻ്റെ കൂടെ അതും ഉണ്ടാക്കിയിട്ടുണ്ട്. സവാളയും തക്കാളിയും മല്ലിയിലൊക്കെ ഇട്ടാണ്ട്, അപ്പോൾ അതും ഒക്കെ പാത്രത്തിലാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഒരു 10 മിനിറ്റ് ആയി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കത് കൊടുത്തയക്കാം. അപ്പോൾ തന്നെ സമയം 1 മണി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ 3 മണിക്ക് നമുക്ക് 45 പരിപ്പുവട കൊടുക്കണം. അപ്പോൾ പരിപ്പുവടക്കുള്ള പരിപ്പാണ് ഈ കിടക്കുന്നത്. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് റെഡിയാക്കാണ്ട്. അപ്പോൾ പരിപ്പുവട ഉണ്ടാക്കുന്നതും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ കമൻറ്റ് കണ്ടു, ഇനി പരിപ്പുവടൻ്റെ റെസിപ്പി കാണിക്കുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇനി അതിൻ്റെ റെസിപ്പി നമ്മളെ സെക്കൻഡ് ചാനലിൽ ഇടാം. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കണ്ട കേട്ടോ. ഇട്ട് കഴിഞ്ഞിട്ട് അങ്ങനെ പരിപ്പൊക്കെ ചതച്ചെടുത്ത് വേഗം പരിപ്പുവട ഉണ്ടാക്കിയിട്ടുണ്ട്. പരിപ്പുവട വേഗം പൊരിച്ചെടുക്കണുണ്ട് കേട്ടോ. അപ്പോൾ അപ്പുറത്ത് അടുപ്പത്തുണ്ട് ഒരു ചട്ടി, അങ്ങനെ 2 ചട്ടിയിലിട്ടിട്ട് വേഗം പൊരിച്ചെടുക്കുകയാണ്. അപ്പം എന്താ പറയുക, പെട്ടെന്ന് അങ്ങനെ പൊരിച്ചെടുക്കാനും കഴിയൂല. കുറച്ച് നേരം ആ എണ്ണയിൽ കിടക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വേവൂല. പിന്നെ ഇതിങ്ങനെ പൊരിച്ചെടുത്ത് കഴിഞ്ഞാലും കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ചൂടാറണം, എന്നാലും ഉള്ളൊക്കെ നല്ലോണം വെന്തതായി കിട്ടുക. അപ്പോൾ ഞാൻ വേഗം അങ്ങനെ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിന് പിന്നെ വലിയ പണിയൊന്നുമില്ല, നമ്മളെ കയ്യിലിട്ട് പരത്തി അങ്ങനെ പൊരിച്ചെടുക്കല്ലേ, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ പരിപ്പുവട അങ്ങനെ ഉണ്ടാക്കലില്ല കേട്ടോ. നമ്മളെ വീട്ടിലേക്കൊന്നും ഞാൻ അധികം അങ്ങനെ ഉണ്ടാക്കലില്ല. ഇപ്പം ഞാൻ തന്നെ അങ്ങനെ പരിപ്പുവട ഉണ്ടാക്കൽ തുടങ്ങി. ഞാൻ തന്നെ ഇപ്പോൾ പരിപ്പുവടൻ്റെ ഫാൻ ആയിക്കണം കേട്ടോ. എനിക്ക് കോഫിയൊക്കെ കുടിക്കുമ്പോൾ ഞാൻ പരിപ്പുവട തന്നെ എടുക്കുക. പിന്നെ ഒന്ന് കൈ ഒന്ന് പൊള്ളിയിട്ടുണ്ടായിന് കേട്ടോ. എണ്ണ തെറിച്ചതാണ് ഇതിങ്ങനെ ഫ്രൈ ചെയ്തെടുത്തപ്പം. അപ്പോൾ അതൊന്നും ഓർമ്മ ഉണ്ടാവില്ല, നീറ്റലുണ്ടേനും ചെറുതായിട്ട്. പിന്നെ അതൊക്കെ അവിടെ മറന്നു. പിന്നെ ചിഞ്ചുമോൾ ഞാൻ കൈ ഇങ്ങനെ പൊന്തിച്ചപ്പോൾ ചിഞ്ചുമോൾ എന്താ അമ്മച്ചിൻ്റെ കയ്യുമ്മൽ പറഞ്ഞ് നോക്കിയപ്പോഴാട്ടോ ഞാൻ തന്നെ അത് പൊള്ളച്ചത് കണ്ടത്. അങ്ങനെ പിന്നെ ഞങ്ങൾ കടയിലെത്തി സമൂസയൊക്കെ പൊരിച്ചെടുത്തു. എല്ലാം കുറച്ച് ആദ്യം പൊരിച്ചെടുക്കും, എന്നിട്ട് പിന്നെ ഞങ്ങൾ ചായ കുടിക്കൂട്ടോ. അപ്പോൾ ഞങ്ങളൊന്ന് പരിപ്പുവടയൊക്കെ കൂട്ടിയിട്ടാണ് ചായ കുടിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ പരിപ്പുവട ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ എന്നും പരിപ്പുവട തന്നെ കേട്ടോ ഞാൻ അടുക്കൽ ചായക്ക് കടി. ചായ അല്ല കോഫിയാണ് കേട്ടോ. പിന്നെ ചിഞ്ചുമോളും ഞങ്ങളെ കൂടെ പോരും. പിന്നെ ഞാനിങ്ങനെ നെയ്യപ്പം പഴംപൊരിയൊക്കെ പൊരിച്ചെടുക്കുമ്പോൾ ഓള് പിന്നെ സമൂസയൊക്കെ ചുറ്റിത്തരും. ഫില്ലിങ്ങൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരും അങ്ങനെ കേട്ടോ. അപ്പോൾ അവിടുന്ന് പിന്നെ ഞാൻ കുറേ ഒന്നും വീഡിയോ എടുക്കാനൊന്നും നിന്നിട്ടില്ല. വേഗം എണ്ണക്കടികളൊക്കെ പൊരിച്ചു കൊടുത്താണ്ട് പിന്നെ ഞാൻ നമ്മളെ വീട്ടിൽ തന്നെ പോന്നു. ഞാൻ പറഞ്ഞല്ലോ വൈകുന്നേരം നമുക്ക് ബിരിയാണി കൊടുക്കണം എന്നുള്ളത്.
അപ്പോൾ അങ്ങനെ ഒരു 5:30 ആയപ്പോഴത്തേന് ഞാനിവിടെ എത്തിയിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ വേഗം ഞാൻ സവാളയൊക്കെ പിന്നെ വഴറ്റിയൊക്കെ വെച്ചിട്ടുണ്ടായിന്. പിന്നെ സമൂസൊക്കെ അവിടെ ഫില്ലിങ് തികഞ്ഞില്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് എന്താ ഞാൻ വഴറ്റിയ സവാളയൊക്കെ കൊണ്ടുപോയി കണ്ടൊക്കെയാണ് കേട്ടോ പിന്നെ നമ്മൾ സമൂസക്ക് ഫില്ലിങ് ഉണ്ടാക്കിയത്. പിന്നെ ഇതിന് എന്താ ബിരിയാണിക്കുള്ള സവാള പിന്നെ അവിടെ വന്നിട്ട് അച്ചങ്ങന്ന് പിന്നെ തൊലിയൊക്കെ കളഞ്ഞ് പിന്നെ വഴറ്റിയെടുക്കുകയൊക്കെ കേട്ടോ ചെയ്തത്. അപ്പോൾ ബിരിയാണി പിന്നെ നമ്മളെപ്പോഴും വീഡിയോയിൽ കാണിക്കണതല്ലേ, അപ്പോൾ അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. വേഗം ഒക്കെ വഴറ്റിയെടുത്ത് പിന്നെ ചിക്കൻ പൊരിച്ച് വെച്ചിനി, അതുകൊണ്ട് പിന്നെ ആ ഒരു പണി ലാഭമായിട്ട് കിട്ടി. അങ്ങനെ മസാലയൊക്കെ വേഗം റെഡിയാക്കി. പിന്നെ അരി തിളപ്പിച്ചൂറ്റാൻ വെള്ളവും വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 2 കിലോനല്ലേ ഉള്ളൂ, പെട്ടെന്നാവും. എന്നാലും എനിക്കൊരു സമാധാനക്കേടാണ്. ബിരിയാണി കുറച്ച് നേരം ദമ്മിൽ കിടക്കണം, 1 മണിക്കൂറെങ്കിലും ദമ്മിൽ കിടക്കണം. അപ്പോൾ ഒരു പേടിയാണ് കേട്ടോ, ഇല്ലാന്നുണ്ടെങ്കിൽ ശരിക്ക് റെഡി ആയിട്ടില്ലേ അങ്ങനെയൊക്കെ എനിക്ക് തന്നെ അങ്ങനെ ഒരു തോന്നലാണ്, ദമ്മ് ശരിക്ക് കയറിയിട്ടില്ലേ എന്നൊക്കെ. ബിരിയാണി എന്താ ടേസ്റ്റ് ഉണ്ടാവണമെങ്കിൽ നല്ലോണം ദമ്മ് കയറണം, എന്നെങ്കിൽ തന്നെ ടേസ്റ്റും ഉണ്ടാവുള്ളൂ. പിന്നെ അതേപോലെ പാകത്തിന് വേവും വേണം, വേറും ചെയ്യരുത്. പിന്നെ നമ്മളിത് പൊട്ടിക്കൊന്നുമില്ലല്ലോ, ഇത് ഇങ്ങനെ തന്നെയാണ് കൊടുക്കല്ലേ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഉള്ളത്തെ അവസ്ഥ നമുക്കറിയില്ലല്ലോ. പിന്നെ ഇത് കൊണ്ടുപോകുന്ന ആൾക്കാർ ഒന്നും ചിലപ്പോൾ പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് മെസ്സേജ് അയക്കും, നിങ്ങൾ കഴിച്ചിട്ട് എന്തേനും ബിരിയാണിക്ക് അടി പിടിച്ചിനിയോ അല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടേനിയോ ഉപ്പുണ്ടേനിയോ മുളകുണ്ടേനിയോ എന്നൊക്കെ ചോദിക്കൂട്ടോ. ഒരു വേവലാതിയാണ് നമുക്ക്. ഒരു എന്താ പൈസയൊക്കെ തന്നെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണതല്ലേ, അപ്പോൾ അവർക്ക് ഇഷ്ടമായിട്ടില്ലേ ഒക്കെ അങ്ങനെ ഒരു ഇതാണ് കേട്ടോ, അങ്ങനെ ഒരു മനസ്സാണ് എൻ്റെ മനസ്സ്. അപ്പോൾ എനിക്കൊരു ബേജാറും പേടിയൊക്കെയാണ്. പിന്നെ ഇപ്പോൾ പിന്നെ കുറേ അങ്ങനെ മാറിയിട്ടോ, തുടക്കത്തിലൊക്കെ നല്ലോണം ഉണ്ടായിനി. ഇപ്പോൾ പിന്നെ അങ്ങനെ വലിയ കുഴപ്പമില്ല, കുറച്ചൊക്കെ മാറിയിരിക്കണം. എന്നാലും ഓലെ റിസൾട്ടൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ അങ്ങോട്ടും പോയിട്ട് മെസ്സേജ് അയക്കും. അങ്ങനെ ആ ബിരിയാണിയൊക്കെ ഞാൻ ദമ്മിലാക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കിയ എണ്ണക്കടിയൊക്കെ കഴിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ ഉപ്പച്ചി മകളും കടയൊക്കെ അടച്ചേണ്ട നേരമായപ്പോഴത്തേനും ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. നമ്മൾ എണ്ണക്കടികൾ ഉണ്ടാക്കും, എല്ലാം ഉണ്ടാക്കും, ഒക്കെ കുറച്ചീച്ച ഉണ്ടാക്കുള്ളൂ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചൂടോട് കൂടിയിട്ട് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ കേട്ടോ ചെയ്യൽ. പിന്നെ സമൂസയൊക്കെ ഇനിയിപ്പോൾ കഴിയാണെന്ന് തോന്നുകയാണ്, ഇനി വേണമെന്നുണ്ടെങ്കിൽ വേഗം കുറച്ച് ഫില്ലിങ് വേഗം ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കും. പിന്നെ നാളെ ലീവാണ് കേട്ടോ, നാളെ ചൊവ്വാഴ്ച ലീവാക്കാണ്. അപ്പോൾ നമുക്ക് എൻ്റെ ഹോം ഷോപ്പിൻ്റെ വർക്ക് ഉണ്ട് ചെയ്യാൻ, ബില്ല് ക്ലോസിങ് ആണ്, അപ്പോൾ അത് ചെയ്യണം. അപ്പോൾ അതും ഇതും ഒക്കെ കൂടെ ചിലപ്പം മാനേജ് ചെയ്യാൻ കഴിഞ്ഞോളണമെന്നില്ല. പിന്നെ ചൊവ്വാഴ്ച നമുക്ക് വല്ലാതെ കച്ചവടം ഉണ്ടാവലുമില്ല. അപ്പോൾ ചൊവ്വാഴ്ച നമുക്ക് ലീവാക്കാറുണ്ട് കേട്ടോ, എന്നാൽ പിന്നെ എൻ്റെ ആ ഒരു തിരക്ക് കഴിഞ്ഞോളുമല്ലോ അങ്ങനെ കേട്ടോ. അപ്പോൾ പിന്നെ ബുധനാഴ്ച നമുക്ക് വേറെ ഓർഡറും ഉണ്ട്, പൂക്കോട്ടുംപാടത്തുനിന്ന് ഓർഡർ കിട്ടീന് കേട്ടോ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ. അത് പത്തിരി ഞാൻ ഉണ്ടാക്കണില്ല പറഞ്ഞതിന്. പിന്നെ എന്താ പാലപ്പം, നൂൽപുട്ട്, അങ്ങനെ കുറച്ച് ഓർഡർ ഉണ്ട്, ചിക്കൻ ഫ്രൈ, ബീഫ് ഫ്രൈ ഒക്കെ കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെ ഓർഡറൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ആർക്കെങ്കിലൊക്കെ നമ്മളൊരു വീടിൻ്റെ തൊട്ടടുത്തല്ല, എന്നാലും കുറച്ചൊക്കെ അടുത്തുള്ളവരൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ഫുഡൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്തുകൊണ്ട് നമ്മൾ ചാനൽ പേജിലുണ്ട് കേട്ടോ നമ്പർ. എൻ്റെ നമ്പറില്ല, ഹസ്ബൻഡിൻ്റെ നമ്പറും ബ്രദറിൻ്റെ നമ്പറും ഉണ്ട്. അപ്പോൾ അതിക്ക് മെസ്സേജ് അയച്ചാൽ മതി, അപ്പോൾ എൻ്റെ നമ്പർ പറഞ്ഞുതരും. അപ്പോൾ നിങ്ങൾ അങ്ങനെ കേട്ടോ ഓർഡർ ചെയ്യാനുള്ള ആൾക്കാർ അങ്ങനെ ഓർഡർ ചെയ്തുകൊണ്ട് ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കി തരണ്ട് ഇൻഷാല്ലാ. പിന്നെ ബിരിയാണിക്ക് കൊടുക്കാനുള്ള അച്ചാർ എന്താ പാത്രത്തിലാക്കിയിട്ടുണ്ട്. അച്ചാർ ഈത്തപ്പഴ അച്ചാറാട്ടോ കൊടുത്തുക്കണത്. പിന്നെ തൈര് അതിൻ്റെ ഒപ്പം കൊടുക്കാനുള്ളത് അതും റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒക്കെ റെഡിയാക്കി വെച്ചു. പിന്നെ മരുവിൻ്റെ ബാങ്കൊക്കെ കൊടുത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഫുഡ് കൊടുത്തയച്ചത്. പിന്നെ ഞങ്ങൾക്ക് ഇന്ന് രാത്രിക്കൊക്കെ പിന്നെ ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല, ബാബു കുബൂസ് കൊണ്ടുണ്ട് പറഞ്ഞേനും. പിന്നെ ചിക്കൻ്റെ ഒക്കെ പാർട്സ് ഉണ്ടായിനി, അപ്പോൾ അത് ഇട്ടാണ്ട് ഞാനൊരു കറി ഉണ്ടാക്കി, അത് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ, വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ബാബു ആ കുബൂസും കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ കിച്ചണൊക്കെ ക്ലീൻ ആക്കിയിട്ടൊക്കെയാണ്, പാത്രങ്ങളൊക്കെ കഴുകിയൊക്കെ കൗണ്ടർ ടോപ്പൊക്കെ തുടച്ച് വൃത്തിയാക്കിയാണ്. അപ്പോൾ എല്ലാവരും ഇനി ഒരു പാത്രത്തിൽ നിന്ന് തന്നെ കഴിച്ചോളി പറഞ്ഞാണ്ട് ഒരു പാത്രത്തേക്ക് തന്നെ ആ കറിയൊക്കെ ഒഴിച്ചു കൊടുത്ത് കുബൂസൊക്കെ എല്ലാവരും തിന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കുബൂസിൻ്റെ കൂടെ ഈ ഒരു ചിക്കൻ പാർട്സ് കറി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ എൻ്റെ ഓരോ ദിവസങ്ങളും കടന്നു പോണത്. അപ്പോൾ എന്താ അറിയോ, ഇപ്പോൾ വീട്ടിൽ വല്ലാതെ ഫുഡ് ഉണ്ടാക്കാൻ ഇപ്പോൾ എൻ്റെ ബാബുവിനൊക്കെ ആണെങ്കിലും ചോറും കറിയും ഉപ്പേരിയും പപ്പടം ഒക്കെ വേണം. ഇപ്പോൾ ഒക്കെ കൂടെ ഒന്നും ഉണ്ടാക്കാനുള്ള ടൈമും കിട്ടണില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്താണ് പോവുകയാണ് ഇപ്പോൾ തിരക്കുള്ള ദിവസങ്ങളിൽ കേട്ടോ. പിന്നെ എന്താ അറിയോ, നമുക്ക് എന്ത് പണിയെടുക്കുകയാണെങ്കിലും എന്താ പറയുക, നമ്മളെ ഹസ്ബൻഡും മക്കളും വീട്ടുകാരൊക്കെ നമുക്ക് നമ്മളെ ഒപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കുഴപ്പമില്ല, നമ്മളെവിടെയും തളരുമില്ല, കുഴങ്ങുമില്ല, ഓരുണ്ടാവും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ. അതാണ് നമ്മളെ വിജയം. അപ്പോൾ നമ്മളെ കുട്ടികളെയും ഹസ്ബൻഡിൻ്റെ ഒക്കെ സപ്പോർട്ട് തന്നെയാണ് കേട്ടോ. അതേപോലെ നമ്മളെ വീട്ടുകാരെയും ഒക്കെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങളും ഇതേപോലെ എന്തെങ്കിലുമൊക്കെ
കാറ്ററിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങാനൊക്കെ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ വീട്ടുകാരൊക്കെ സമ്മതത്തോട് കൂടിയിട്ട് തുടങ്ങുക. അപ്പോൾ എന്തായാലും വിജയിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്ര കേട്ടോ.